ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെയർ കെയറിൻ്റെ വീഡിയോയുമായാണ്. ഏത് പ്രായക്കാർക്കും എത്ര പഴക്കമുള്ള നരയായാലും ഒറ്റ ഒരു മിനിറ്റ് കൊണ്ട് നരച്ച മുടി മുഴുവൻ കറുപ്പിച്ചെടുക്കാൻ പറ്റും. കെമിക്കൽസുകളൊന്നും ചേർക്കാതെ നമ്മുടെ മുടിക്കും തലയോട്ടിക്കും യാതൊരുവിധ ദോഷവുമില്ലാതെ തന്നെ നമ്മുടെ മുടി കറുപ്പിക്കാം. ഇത് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഒരു പ്രാവശ്യം ചെയ്തു വെച്ചാൽ മതി. നമുക്ക് ഒത്തിരി ദിവസം നമുക്ക് ഈ ഹെയർ ഡൈ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ മുടി നല്ല കാട് പോലെ തിക്കായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറ്റി ചൊറിച്ചിൽ താരനൊക്കെ മാറ്റാനും നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിരിക്കാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള എഫക്റ്റീവായ ഒരു ഹെയർ പാക്കും കൂടി നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹെയർ പാക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. മുടി കാട് പോലെ നല്ല ഫാസ്റ്റായിട്ട് വളരാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് സഹായിക്കും. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ പാക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം. കഞ്ഞിവെള്ളം ഇല്ല എങ്കിൽ അരി കഴുകിയ വെള്ളം എടുത്താലും മതിയാകും. ഉപ്പ് ചേർക്കാത്ത കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. കഞ്ഞിവെള്ളത്തിൽ ധാരാളം പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയിട്ടുണ്ട്. തലമുടി കൊഴിച്ചിലും താരൻ അകറ്റി കരുത്തുള്ള തിളക്കമുള്ള തലമുടി വളരാനും കഞ്ഞിവെള്ളം സഹായിക്കും. ഇനി നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിനോടൊപ്പം ചേർക്കാൻ പോകുന്നത് ഉലുവയാണ്. ഒരു 3 സ്പൂൺ ഉലുവയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അതായത് ഒരു 1/4 കപ്പളവ് ഉലുവ ചേർക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുടിയുടെ നീളത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാവുന്നതാണ്. ഉലുവയിൽ പ്രോട്ടീൻ ധാരാളമായി ഉണ്ട്. മുടി കൊഴിച്ചിൽ അതിവേഗത്തിൽ തന്നെ തടയാൻ ഉലുവയ്ക്ക് കഴിവുണ്ട്. മുടി വേരുകളിൽ ചെന്ന് മുടി വളരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും കൂടാതെ ഇതിൽ ധാരാളമായി ഇരുമ്പ്, പൊട്ടാസ്യം എന്നീ ധാതുക്കളും ഉണ്ട്. നമ്മുടെ നരച്ച മുടി മാറ്റുന്നതിനും നരമുടി വരാതെ തടയുന്നതിനും ഉലുവയ്ക്ക് സാധിക്കും. നല്ല തിളക്കവും മിനുസവും വർദ്ധിപ്പിക്കാനും മുടി നല്ല കറുപ്പോടെ കരുത്തോടെ വളരാനും അതുപോലെ താരൻ ചൊറിച്ചിലൊക്കെ മാറ്റാനൊക്കെ ഈ ഉലുവ നമ്മളെ സഹായിക്കും. അടുത്തതായി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറുപയറാണ്. അപ്പോൾ നമ്മളിവിടെ ചെറുപയർ ഒരു 3 സ്പൂൺ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 1/4 കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട്. മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചെറുപയർ. മുടിക്ക് നല്ല തിളക്കവും മിനുസവും വർദ്ധിപ്പിക്കും. മുടി നല്ല കരുത്തോടെ വളരാനും അതോടൊപ്പം മുടിയുടെ വേരുകൾക്ക് ബലം നൽകാനും തലയിലെ താരനും ചൊറിച്ചിലൊക്കെ മാറ്റാനും നമ്മുടെ ഈ ചെറുപയർ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ചെറുപയറും ഉലുവയൊക്കെ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് നൽകുന്നതാണ്. അപ്പം നീരിറക്കം വരുമെന്ന് പേടിയുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർക്കുമ്പോൾ നമ്മുടെ തലയിൽ നീരിറക്കം ഒന്നും വരത്തില്ല, ജലദോഷമോ തുമ്മലോ ഒന്നും തന്നെ വരത്തില്ല. അതുപോലെ നമ്മുടെ മുടി വളർച്ചയ്ക്കും വളരെ നല്ല ഒരു സാധനമാണ്. അതാണ് നമ്മുടെ കുരുമുളക്. വിറ്റാമിൻ സിയുടെ ഉറവിടമാണ് കുരുമുളക്. ഇത് താരനെ അകറ്റി നിർത്തുകയും ചൊറിച്ചിൽ മാറ്റുകയും മുടിയെ നല്ല രീതിയിൽ വൃത്തിയാക്കി നമ്മുടെ മുടിയുടെ വേര് മുതൽ അറ്റം വരെ നല്ല മോയ്സ്ചറൈസറായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി നമുക്കിത് ഓവർനൈറ്റ് കുതിർക്കാനായി വയ്ക്കാം. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഉലുവയും ചെറുപയറും കഞ്ഞിവെള്ളത്തിൽ കുതിർന്ന് കിട്ടണം. ഞാനിവിടെ ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ചെറുപയറും ഉലുവയൊക്കെ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് കുതിർന്ന് കിട്ടി. നമ്മളിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെയും ഉലുവയുടെയും അതുപോലെ ചെറുപയറിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇരട്ടിയായി കിട്ടും. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റായ കറിവേപ്പില ചേർക്കാം. ഞാനിവിടെ ഫ്രഷായ ഒരു പിടി കറിവേപ്പിലയാണ് ചേർക്കുന്നത്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് കറിവേപ്പില എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുടി കൊഴിച്ചിൽ മാറ്റി മുടി ഉള്ളോടുകൂടി വളരാനും താരനകറ്റാനും കറിവേപ്പില വളരെ നല്ലതാണ്. വിറ്റാമിൻ സി, ബി, പ്രോട്ടീനുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മുടിയുടെയും തലയൊട്ടിയുടെയും മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കറിവേപ്പില സഹായിക്കും. ഇനി നമ്മൾ ഈ മിക്സി ജാറിലേക്ക് നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവയും ചെറുപയറും കുരുമുളകും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അല്പം കഞ്ഞിവെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കാൻ പാകത്തിനുള്ള കഞ്ഞിവെള്ളവും ചേർത്ത് നമ്മൾ ഈ മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം.
ഇനി നമുക്ക് ബാക്കി വന്ന കഞ്ഞിവെള്ളം എടുക്കാം. ഈ കഞ്ഞിവെള്ളം വെറുതെ കളയരുത്. ഇത് നമ്മുടെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ സിറമാണ്. ഇത് നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മുടിയിലേക്ക് ഇത് സ്പ്രേ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി നല്ല തിക്കായിട്ട് വളരാനും ഈ ഹെയർ സിറം സഹായിക്കും. ഇപ്പോൾ ഇത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പാക്ക് റെഡിയാക്കിയിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഒട്ടും തന്നെ തരികളില്ലാതെ തന്നെ അരച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഫൈനായിട്ട് തന്നെ പേസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഈ പാക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ പാക്കിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ ഇല്ല എങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പാക്ക് അല്പം കട്ടിയായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് അല്പം കൂടി കഞ്ഞിവെള്ളം നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഹെയർ പാക്ക് നമുക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രം ഇട്ടാൽ മതി. മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം അപ്ലൈ ചെയ്ത് നോക്കൂ. വളരെ എഫക്റ്റീവായിരിക്കും. അടിപൊളി റിസൾട്ടാണ്. ഒറ്റ ഒരു യൂസിൽ തന്നെ നിങ്ങളുടെ മുടി നല്ല സിൽക്കി ആൻഡ് ഷൈനായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം വെറും അരമണിക്കൂർ തലയിൽ വെച്ചിരുന്നാൽ മതി. അല്ല കൂടുതൽ സമയം വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പാക്ക് ഡ്രൈ ആയി പോകും. ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ മൈൽഡ് ഷാമ്പു ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കഞ്ഞിവെള്ളത്തിൽ ഷാമ്പു ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനൊന്നും മറക്കരുത്. നമ്മുടെ എഫക്റ്റീവായ നമ്മുടെ ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഒരു പ്രാവശ്യം ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് ഈ ഹെയർ ഡൈ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പഞ്ഞിയാണ്. നല്ല കട്ടി കുറഞ്ഞിട്ട് ഇതുപോലെ വീതിയിലെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉലുവ ചേർക്കാം. ഇനി നമുക്ക് ഈ പഞ്ഞി ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഉലുവ പുറത്തോട്ട് വരാത്ത രീതിയിൽ പൊതിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വിളക്കെടുക്കാം. ഈ വിളക്കിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉലുവ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള പഞ്ഞി ഈ വിളക്കിനുള്ളിലെ എണ്ണയിലേക്ക് ഇതുപോലെ വെച്ചിട്ട് മുക്കിയെടുക്കാം. നല്ല പോലെ തന്നെ മുക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ പഞ്ഞി ഉള്ളിലുള്ള എണ്ണയൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അധിക നേരം ഈ വിളക്ക് കത്തി നിൽക്കും. ഇപ്പോഴിതാ നമ്മൾ കത്തിക്കാനുള്ള വിളക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ പൊക്കത്തിലുള്ള 3 ഗ്ലാസ് എടുക്കാം. എന്നിട്ട് 3 വശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഗ്ലാസിൻ്റെ നടുവിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വിളക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഈ വിളക്ക് കത്തിച്ച് വയ്ക്കാം. വിളക്ക് നന്നായി കത്തി വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഗ്ലാസിൻ്റെ പുറത്തേക്ക് ഒരു പ്ലേറ്റ് ഇതുപോലെ കമിഴ്ത്തി വയ്ക്കാം. സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്താലും മതി. അല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ മണ്ണിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുത്താലും മതിയാകും. മണ്ണിൻ്റെ പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ വിളക്ക് കത്തുന്നുണ്ട്. ഈ വിളക്കിൽ നിന്ന് വരുന്ന കരി നമ്മുടെ ഈ പാത്രത്തിൽ പിടിച്ച് കിട്ടും. ഈ വിളക്ക് കത്തി തീർന്ന് ഈ പാത്രം നന്നായി തണുക്കുന്നത് വരെ ഈ പാത്രത്തിലേക്ക് പിടിക്കാൻ പാടില്ല. കൈ നല്ല രീതിയിൽ പൊള്ളും. ഇപ്പോഴിത് വിളക്കൊക്കെ നല്ല രീതിയിൽ കത്തി തീർന്നിട്ടുണ്ട്. പാത്രം തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ പ്ലേറ്റ് എടുക്കുന്നത്. ഇപ്പോഴിത് നമ്മുടെ പ്ലേറ്റിൽ ഒത്തിരി കരി പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് കരി ഇതുപോലെ ഇളക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്ന് കരി വിട്ട് വരും. ഈ കരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കരി നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് കിട്ടിയ ഈ കരി ഒരുപാടുണ്ട്. നമുക്കിതെല്ലാം തന്നെ വേണ്ട. നമുക്കൊരു അല്പം മാത്രം മതി. ഇപ്പം ഞാൻ എടുത്തത് തന്നെ കൂടിപ്പോയെന്ന് വേണം പറയാൻ. ഒരല്പം മാത്രം എടുത്താൽ മതി.
ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നതിന് ഒരല്പം മാത്രം മതിയാകും. അല്ലാതെ നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ബോട്ടിൽ വെച്ചിരുന്നാലും മതി. നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതായി എടുത്ത് വെച്ചിട്ടുള്ള ഈ കരിയിലേക്ക് 2 വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു അല്പം ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കാം, കാസ്റ്റർ ഓയിൽ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നാച്ചുറലായ ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണ്. ഈ ഹെയർ ഡൈ നമുക്ക് ഒത്തിരി നേരം തലയിൽ ഇടണമെന്നോ കഴുകി കളയണമെന്നോ ഒന്നുമില്ല. നമ്മൾ എപ്പോഴാണോ വെളിയിൽ പോകുന്നത് നമ്മൾ തലയൊക്കെ ചീകിയതിന് ശേഷം ഒരല്പം മാത്രം എടുത്തിട്ട് നമ്മുടെ തലയിൽ എവിടെയാണോ മുടിയുള്ളത് ആ വശത്തേക്ക് ഒരല്പം തേച്ച് കൊടുത്തിട്ട് തല ചീകി കൊടുത്താൽ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടി കറുത്തിരിക്കും. സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. മുടിക്ക് വളരെ നല്ലതുമാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യും തോറും നമ്മുടെ മുടി കറുത്ത് വരാനായിട്ട് സഹായിക്കും. മുടി വളരാത്ത സ്ഥലത്ത് പോലും മുടി കിളിർത്ത് വരാനായിട്ട് ഈ ഒരു ഹെയർ ഡൈ സഹായിക്കും. നമ്മളിതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ വിറ്റാമിൻ ഇയും കാസ്റ്റർ ഓയിലും അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ, ഉലുവ ഇതൊക്കെ നമ്മുടെ മുടി വളരാൻ സഹായിക്കുന്നതാണ്. കട്ടി കുറഞ്ഞ പുരികമുള്ളവർ ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ പുരികത്തിലേക്ക് അപ്ലൈ ചെയ്ത് ഉറങ്ങി രാവിലെ കഴുകിക്കളയാം. നമ്മുടെ പുരികം നല്ല കട്ടിയായിട്ട് വളരാനായിട്ട് ഹെയർ ഡൈ സഹായിക്കും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഹെയർ ഡൈ കഴുകി കളഞ്ഞാൽ പോകുമോ എന്ന് ചോദിച്ചാൽ പോകും. നമ്മളിത് നാച്ചുറലായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ഉപയോഗിച്ചാലേ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. കെമിക്കലുകൾ അടങ്ങിയ ഡൈ പോലും നമ്മൾ അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ അപ്ലൈ ചെയ്ത കളറൊക്കെ പോയി വീണ്ടും വെളുത്ത് വരും. അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റും ഉണ്ടാകും. ബാക്കി ഉണ്ടായിരുന്ന കറുത്ത മുടികളെല്ലാം തന്നെ നരച്ചു പോവുകയും സ്കിൻ അലർജി ഉണ്ടാവുകയും താരൻ, ചൊറിച്ചിൽ, അതുപോലെ മുടി ഭയങ്കര കൊഴിച്ചിൽ ഇതിനെല്ലാം തന്നെ കെമിക്കലുകൾ അടങ്ങിയ ഡൈ കാരണമാകും. എന്നാൽ സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ തന്നെ വീട്ടിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കി മുടിയിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ മുടിക്കോ തലയൊട്ടിക്കോ യാതൊരുവിധ ദോഷവും ഇല്ലാതെ നമ്മുടെ മുടി നാച്ചുറലായിട്ട് കറുക്കുകയും നമ്മുടെ മുടി വളരാത്ത സ്ഥലങ്ങളിൽ മുടി വളരുകയും ചെയ്യും. ഇത് എല്ലാ പ്രായക്കാർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. കെമിക്കലുകളുടെ പേടിയില്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വളരെ എഫക്റ്റീവായ ഒരു അടിപൊളി കിഡിലൻ പാക്കും അതുപോലെ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈയും ഇന്ന് ചെയ്ത് കാണിച്ചു. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.